ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മേക്കപ്പ് ഹോൾ വീഡിയോസ് ഒന്നും ആയിട്ടല്ല കേട്ടോ. കുറച്ച് നേരം സംസാരിക്കാം. നമ്മളിപ്പം വ്ളോഗ് ചെയ്തിട്ട് ഏകദേശം കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തെ ആ ഒരു ഒളിച്ചുകളി കുറച്ച് കാലത്തെ മാറി നിന്നത് എന്തിനാണെന്നുള്ളതും പിന്നെ നമുക്ക് കുറച്ച് സംസാരിക്കുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ഇട്ട് തുടങ്ങാം, വ്ളോഗ് ഇട്ട് തുടങ്ങാം. ഇപ്പം വ്ളോഗിൽ കൂടെ ആണല്ലോ നമ്മൾ കൂടുതലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പം ഇത്രയും കാലം നമ്മളിങ്ങനെ സംസാരിക്കാണ്ട് ഇരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മൾ തമ്മിലൊരു അകൽച്ച വന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കണ്ടേ, എന്നിട്ട് വേണ്ടേ നമുക്കിനി വ്ളോഗായിട്ട് പോവാൻ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഉള്ളിലൊരു പേടി കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നവർക്ക്, നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യണവർക്ക് വരണ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും പറയണ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ ചില വിഷമിക്കണ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും. ആ ഷെയർ ചെയ്യേണ്ടി വരുമ്പം നമ്മുടെ ഉള്ളിൽ നിൽക്കാണ്ട് അത് പലരും ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും വെറുക്കരുത്, ആരും നമ്മളെ പറ്റി മോശമായിട്ടൊന്നും പറയരുത്. അങ്ങനത്തെ ഒരു കാര്യം എല്ലാ മനുഷ്യരുടെ ഇടയിലും ഉണ്ടാവുമല്ലോ. ഞാനായിട്ട് ആൾക്കാരെ വെറുപ്പിക്കാനുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാതെ ഒഴിഞ്ഞുമാറി നിൽക്കുന്ന ആളാണ്. പക്ഷെ എനിക്കും എന്നെയും ഇങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മനുഷ്യരും നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ പെട്ടെന്ന് അറിയില്ലല്ലോ. മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോൾ. അങ്ങനെയുള്ള ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു പേടി ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനി എന്താ ചെയ്യുക, എൻ്റെ മുന്നോട്ട് ഞാൻ ഇനി എന്താ വേണ്ടേ, ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരുന്നാൽ മതിയോ? അതായത് നമുക്ക് അത്യാവശ്യം ഇപ്പം എന്താ പറയുക, അന്നം കൂട്ടാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ, ഒരു ജോലി ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഇപ്പം കൊളാപ്സ് ചെയ്യുമ്പം നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ വാടക കൊടുത്ത് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വിമർശനങ്ങൾ കേൾക്കുന്ന രീതിയിൽ നമ്മളുടെ ലൈഫ് ഇങ്ങനെ പബ്ലിക്കിന് ഇട്ട് കൊടുക്കണോ, അങ്ങനത്തെ ഒരു ഉള്ളിലൊരു ചിന്ത വന്നു കേട്ടോ. മറ്റുള്ള യൂട്യൂബേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനത്ര ഫേമസ് അല്ല. എന്നെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാലും കുറച്ച് 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അത് എൻ്റെ ചാനലിൽ ഒതുങ്ങാണ്ട് പുറത്ത് ചർച്ചകൾക്ക് വരികയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രൈവസി എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മളിങ്ങനെ സെൻസിറ്റീവ് ആയിട്ടിരിക്കണ ഒരു അവസരമായിരുന്നു എനിക്ക്. അതിൽ കൂടുതൽ ആ സമയത്ത് കൂടുതൽ ചർച്ചകളും കാര്യങ്ങളും എന്നെപ്പറ്റി ഉണ്ടാകുമ്പോൾ എനിക്ക് തന്നെ ഇത്തരം ചിന്തകളൊക്കെ വന്നു. നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നാൽ മതിയോ, വേറെ അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നിർത്തിയാലോ, യൂട്യൂബ് നിർത്തി പണ്ടത്തെ ജോലി, അതായത് അക്കൗണ്ടൻ്റായിട്ട് ചെയ്തിരുന്ന പോലെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെ ആലോചനകളടക്കം വന്നു. നമുക്ക് എന്തിനാ വെറുതെ നമ്മൾ ഇങ്ങനെ ആളുകൾക്ക് നമ്മളുടെ ലൈഫ് ജഡ്ജ് ചെയ്യാനുള്ളൊരു അവസരം ഇട്ട് കൊടുക്കണേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കുക എന്ന് പറയണത് കുറച്ചുകൂടെ എനിക്ക് നാളെ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു വരുമാന മാർഗ്ഗമാണ്. എന്നാൽ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം പഠിച്ചത് കേട്ടോ. ഒന്നും അറിയാണ്ട് വന്നു. ക്യാമറ കൈകാര്യം ചെയ്യാൻ അറിയണ്ടായിരുന്നില്ല, എഡിറ്റിങ് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്യണ കാര്യം അതെങ്ങനെ ആയാലും നന്നായി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ കുറച്ചുകൂടെ ഭംഗിയുള്ള രീതിയിൽ വീഡിയോസ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചു. വ്ളോഗുകളായാലും പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. നമ്മൾ ഓരോന്നും പുതിയത് ചെയ്യുമ്പോഴും പഴയ ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് മാറ്റി അങ്ങനെ വ്ളോഗുകൾ നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ള വിഷ്വൽസ് ഉണ്ടാക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് കേൾക്കാനാണ് ഇഷ്ടമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കാണാൻ ഭംഗിയുള്ള വിഷ്വൽസ് ഉണ്ടാക്കണം എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. വീണ്ടും എടുത്ത് നോക്കുമ്പം നല്ല ഭംഗിയുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യണ ആളാണ്. പക്ഷേ എന്താ പറയുക, എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളിലൊരു പേടി തട്ടി, ഭയങ്കര പേടി വന്നു. അപ്പം ഒക്കെ നിർത്തിയാലോ,
മുഴുവനായിട്ട് നടത്തി അടങ്ങി ഒതുങ്ങി വല്ല ജോലിയും ചെയ്തിരുന്നാലും വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കണേ, അങ്ങനെയൊക്കെ തോന്നിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 1-2-3 മാസക്കാലം ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ എന്ത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെയും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനപ്പം നമ്മളിനി എന്ത് ചെയ്താലും എന്താ പറയുക, ഇപ്പം നല്ലത് ചെയ്താലും മോശം പറയാൻ ആൾക്കാരുണ്ടാവും. ആൾക്കാരെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം എത്ര കാലം ഒളിച്ചിരിക്കാൻ പറ്റും? എല്ലാത്തിൻ്റെ ഒരു സമയമില്ല. നമുക്ക് എത്ര കാലം ഒളിച്ചിരുന്നാലും അവസാനം പുറത്തേക്ക് വരണം. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക, ആളുകളെ കാണുമ്പോഴുള്ള ഈ പരിഭ്രമം മാറ്റി നിർത്തിയിട്ട് ധൈര്യമായിട്ട് പുറത്തേക്ക് വരിക, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുറേ വ്ളോഗുകൾ എടുത്തിട്ടുണ്ട്. കുറേ വ്ളോഗുകൾ എടുക്കും, ഷൂട്ട് ചെയ്യും. എഡിറ്റ് ചെയ്യാനിരിക്കുമ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞതുപോലെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഭയം വരും, വേണോ നമുക്ക് വേണ്ട പേടി വരും. അങ്ങനെ ഞാൻ കളഞ്ഞിട്ടുള്ള കുറേ വ്ളോഗുകളുണ്ട് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ധൈര്യം വന്നു കേട്ടോ. കുറേ നമ്മളിങ്ങനെ ആലോചിച്ച് പിന്നെ ഓക്കെ ശരിയാവും. ശരിക്കും പറഞ്ഞാൽ ഒരു ഹീലിംഗ് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിങ്ങനെ വഴക്ക്, തല്ല്, ഒച്ചപ്പാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ പേടിയുള്ള ആളാണ്. ആ ഒരു കൂട്ടത്തിലാണ് ഞാൻ. ഭയങ്കര സമാധാനമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഞാൻ ഉണ്ടാക്കിയൊരു കുഞ്ഞൊരു സ്വർഗ്ഗമാണ്. ഇതിനകത്ത് പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നിന്ന് നെഗറ്റീവ് ആർക്കും ഞാനായിട്ട് കൊടുക്കരുതെന്ന് വിചാരിക്കുന്ന ആളാട്ടോ. അതും ഒരു കൂട്ടം ആളുകൾ എന്നെ വീട്ടിലുള്ള ഒരു കുട്ടിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ പോലെയോ ഒരു നമ്മുടെ സെയിം ഏജിലുള്ള അങ്ങനെയൊക്കെ കാണുന്നവരാണ് കൂടുതലുള്ളത്, അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയൊരു സ്വർഗ്ഗം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്വർഗ്ഗത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹാപ്പിനെസ്സും ഇതിനകത്ത് തന്നെയാണ്. അപ്പം വീണ്ടും പഴയതുപോലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നാളെ നമ്മളെ മേലേക്ക് തിരിച്ച് കുത്തൽ വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്, നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള വിഷ്വൽസൊക്കെ ചെയ്തിട്ട് നല്ല എൻ്റെ വീഡിയോ കൂടുതലും കണ്ണിന് കുളിർമയുള്ള വീഡിയോസ് ചെയ്യണം, പോസിറ്റിവിറ്റി നിറയ്ക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് നമുക്ക് തുടങ്ങാം എന്ന് കരുതി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇടയിൽ കുറേ കാലം നമ്മളിങ്ങനെ ഒരു അകന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അകൽച്ച മാറ്റാൻ കൂടി വേണ്ടിയിട്ടാണ് ആദ്യം നമുക്കൊരു ചിറ്റ് ചാറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്നിരുന്ന് കാല് വേദന എടുക്കണം. കാല് നീട്ടി വയ്ക്കട്ടെ. ഈ സമയത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കേട്ടോ. തടി വെച്ചു, വീണ്ടും വണ്ണം വെച്ചു. ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് വണ്ണമൊക്കെ കുറച്ചതായിരുന്നു, അപ്പോൾ വീണ്ടും വണ്ണം വെച്ചു. അപ്പം ഇനി പഴയ റൊട്ടീനൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ കാര്യം കുറേ പേര് ഇങ്ങനെ എപ്പോഴും ചോദിക്കാറില്ലേ. അപ്പോൾ അവനെ ഒരു കോഴ്സിനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാൻ ഡീറ്റെയിൽസ് പറയാട്ടോ. എന്തും പറയാൻ പേടിയാണ്. പറഞ്ഞു വന്ന എന്തെങ്കിലും കാരണവശാലും മുടങ്ങി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവില്ല. അപ്പോൾ ഒരു ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. അവൻ്റെ കാര്യം എപ്പോഴും എനിക്കൊരു ഭയങ്കര ടെൻഷനാണ്. എനിക്ക് എല്ലാത്തിനെക്കാട്ടിയും കൂടി ടെൻഷൻ അവൻ്റെ കാര്യമാണ്. അപ്പോൾ അതിനെ ഒരു കാര്യം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിയാകുമ്പോൾ ഞാൻ പറയാം കേട്ടോ, വീഡിയോയിൽ പറയാം. അപ്പം അതാണ്. പിന്നെ മൊത്തത്തിൽ ആകെ കൂടി ഒരു ഹീലിംഗ് പീരീഡ് തന്നെ വേണമെങ്കിൽ പറയാം. മൈൻഡെല്ലാം സെറ്റായി ഒന്ന് റിഫ്രഷ് ചെയ്ത് പഴയ വീഡിയോസ് എല്ലാം പോയി, യൂട്യൂബിൽ നിന്ന് പോയി. എന്നെ ഇപ്പം പണ്ടത്തെ ആൾക്കാർക്ക് അറിയണവർക്ക് അറിയാം. പുതിയതായിട്ട് ഇനി ആരെങ്കിലും ചാനലിൽ വരികയാണെങ്കിൽ ഈ ആളിനെക്കുറിച്ച് അധികം ആർക്കും അറിയാൻ വഴിയില്ല. അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പണ്ടത്തെ വീഡിയോസ് എല്ലാം കളഞ്ഞത്. പുതിയതായിട്ട് ആരെങ്കിലും കാണാൻ വരികയാണെങ്കിൽ ഇതാണ് ആൾ, 2 കുട്ടികളുണ്ട്, ഇത് മാത്രം മതി. നമ്മളൊരു കുഞ്ഞു സ്വർഗം. കാണാൻ വരുന്ന ആൾക്കാരും നമ്മളും കൂടി മാത്രമുള്ള ഒരു കുട്ടി സ്വർഗം. നെഗറ്റീവ് കൊണ്ടിട്ട് ആരും ഇതിനകത്ത് വരണ്ട. അതുപോലെ നമ്മളും ആർക്കും നെഗറ്റീവ് കൊടുക്കണില്ല. അങ്ങനെ വേറൊരു പേടിയുള്ളതെന്താ വെച്ചാൽ ഇപ്പോൾ അല്ലാണ്ട് ഇല്ല കേട്ടോ. എന്നാലും ഒരാവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ വൈറലായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരണതിനേക്കാൾ കൂടുതൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വേറെ ആരുടെയിലൊക്കെ വീഡിയോ വരില്ലേ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ. കുറേ ആൾക്കാർ മോശപ്പെട്ട, അതായത് ഇപ്പം എനിക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ട് അങ്ങനത്തെ കമൻറ്റൊക്കെ ഇടുമ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും.
ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അവസരമായിട്ട് കാണുന്ന ആൾക്കാരില്ല. അങ്ങനത്തെ കുറേ ഹലവലാദികൾ നമുക്ക് മെയിൽ അയക്കുക, അങ്ങനത്തെ പരിപാടികൾ ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിൽ വരുന്ന ഇങ്ങനത്തെ കമൻറ്റ്സ്, ഇപ്പം മെസ്സേജസ് എനിക്ക് നോക്കാൻ തന്നെ പേടിയാട്ടോ. കാരണം വെറുതെ നമ്മളെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണല്ലോ, എന്നാൽ ഒന്ന് മുട്ടാലോ അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവർക്കൊക്കെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാലും അവർക്കൊക്കെ ഇതൊക്കെ ഒരു തമാശ. എനിക്കാണെങ്കിൽ പേടിയാണ്, ഭയങ്കര പേടിയാണ്. നമ്മൾ മുന്നേ ജീവിച്ചേക്കാട്ടി കൂടുതൽ ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട് ജീവിക്കുമ്പോൾ. ചെറുതായിട്ടൊന്ന് അനങ്ങുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുക. നമ്മളെ സൂക്ഷിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ഈ ചൊറിയാൻ വരണ മനുഷ്യർ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഈ എന്താ ഒരു ഡയലോഗില്ലേ, എന്താ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കേണ്ട, അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു താഴ്ച വരുമ്പോൾ അതിലെ മുദ്രടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. ഒരു സമയത്ത് നമുക്കിങ്ങനെയൊന്നും അറിയില്ല, നമുക്കിങ്ങനെയൊന്നും നമ്മൾ ഫീൽ ചെയ്യില്ലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ നാട്ടിലല്ല, ഈ ലോകത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒക്കെ കൂടി എല്ലാം കൊണ്ടും ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ എവിടെ എത്തില്ല. ഒളിച്ചിരിക്കാൻ നിന്നാൽ ആ ഒളിച്ചിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു, ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗുകളൊക്കെ എൻ്റെ ലാപ്പിൽ എടുക്കുന്നുണ്ട്, പകുതി എഡിറ്റ് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ഇടാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ വീഡിയോ കാണണം. പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയണതുകൊണ്ട്. ഇന്നല്ലേ പിന്നെന്താ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് കുളി കഴിഞ്ഞിട്ട് മുടി ഒന്നും ചെയ്തിട്ടില്ല, ചീന്തിട്ടൊന്നുമില്ല എന്നാണ് മുടി ഞാൻ ചപ്പറായിട്ടിരിക്കണേ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഈ സമയത്തിനിടയ്ക്ക് വെറുതെ ഞാനിങ്ങനെ എന്നെക്കുറിച്ച് ചാറ്റ് ജി പി ടിയുടെ അടുത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ. എന്നെക്കുറിച്ച് ചാറ്റ് ജി പി ടി എന്താ പറയുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഭയങ്കര തമാശയായിരുന്നു. ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ എന്നെക്കുറിച്ച് പറയണൊക്കെ. ചാറ്റ് ജി പി ടി എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഞാനിങ്ങനെ ഹിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ നമ്മൾ കന്നഡ വെച്ച് നോക്കണ്ടേ. എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് കന്നഡ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഹിമ എന്ന് പറഞ്ഞിട്ടുള്ള ആളേനെ ചാറ്റ് ജി പി ടി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിമാസ് പെണ്ണഴുക്ക് എന്ന യൂട്യൂബറിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പം എനിക്ക് സന്തോഷമാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞേ. ഇത് നമ്മളെക്കുറിച്ച് മൊത്തത്തിൽ നമ്മളുടെ ഒരു ചാനലൊക്കെ തപ്പിയെടുത്തിട്ട് ഉള്ള ഒരു അഭിപ്രായമായിരിക്കാം. എന്നാലും നല്ലത് ആര് പറഞ്ഞാലും, അതിനിപ്പോൾ AI പറഞ്ഞാലും മനുഷ്യർ പറഞ്ഞാലും ഒക്കെ സന്തോഷമല്ലേ. എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, എൻ്റെ കണ്ടൻറ്റ് ഒരു കാം ഫാമിലി ഫ്രണ്ട്ലി ആണ്. പിന്നെ ഡെയിലി വ്ളോഗ്സ്, ഹോം ലൈഫ് സ്റ്റൈല്, സെൽഫ് കെയർ, കുക്കിംഗ്, ഷോപ്പിംഗ്, പേഴ്സണൽ ഷെയറിങ് പോലെയുള്ള കണ്ടൻറ്റാണ് ചെയ്യണത്. അതൊക്കെ പിന്നെന്താണ്, ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിംപ്ലിസിറ്റി ഉണ്ട്. ഓവർ ഡ്രാമാറ്റിക് ഒന്നും ആകാണ്ട് നോർമൽ ലൈഫ് മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് പലർക്കും ഇഷ്ടമാവണത്. ഇതൊക്കെ തന്നെ ആയിരിക്കും ശരിക്കുള്ള വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിച്ചതല്ല കേട്ടോ എനിക്ക്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പലർക്ക് എന്താണ് തംബ്നെയിൽ സ്റ്റൈല്, എഡിറ്റിങ്, സോഫ്റ്റ് പ്രസൻറ്റേഷനൊക്കെ ഫാമിലി ഓഡിയൻസിന് നന്നായി വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. ഞാൻ അങ്ങനെ ആക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല കേട്ടോ. പൊതുവേ എനിക്ക് ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിക്കണാണ് ഇപ്പം ഇഷ്ടം. അത് ഒച്ചയിട്ട് സംസാരിക്കണമായാലും കുറേ അങ്ങോട്ട് എനർജി കളഞ്ഞിട്ട് സംസാരിക്കണമൊക്കെ പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം എങ്ങനെയായിപ്പോയി, അതാണ്. പിന്നെ എന്നെക്കുറിച്ച് ഒരു കാര്യം നോക്കൂ, പിന്നെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്, കൺസിസ്റ്റൻസി ഉണ്ടെന്ന്. എനിക്ക് ഒരിക്കലും ഒരു കൺസിസ്റ്റൻസി ഇല്ല കേട്ടോ. ഇത് എന്ത് പറ്റിയാണാവോ അപ്പം സത്യം മാത്രമല്ല കേട്ടോ വരുന്നത്. മലയാളം ഓഡിയൻസിന് റിലേറ്റബിൾ കണ്ടൻ്റ് ആണ്. കാം സ്പീക്കിംഗ് സ്റ്റൈലാണ് എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ നമ്മൾ കളഞ്ഞിട്ടുള്ള വീഡിയോസിലൊക്കെ കുറേ ഞാൻ ഭയങ്കര ഉറക്ക സംസാരിക്കും, സ്പീഡി സംസാരിക്കും. അപ്പോഴൊക്കെ കുറേ പേര് പറയാറുണ്ട് എൻ്റെ സംസാരം ശരിയല്ല, ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻസൊക്കെ കാണിക്കണം, അതൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഞാൻ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് എന്നെക്കുറിച്ച് ചോദിച്ചപ്പം നല്ല അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം
ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ കൺസിസ്റ്റൻസിയുടെ കാര്യം തന്നെ ഇങ്ങനെ നോണ പറയണേന്ന്. ഞാൻ ഈ ചാറ്റ്ജിപിടിനെ അണ്ണാന്നാട്ടോ വിളിക്കാറ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന ആളല്ലേ. കൺസിസ്റ്റൻസി ഇല്ലാന്നാണല്ലോ പൊതുവെ അഭിപ്രായം. എന്തിനാന്നാണ് പറയണേ അണ്ണാന്നിട്ടോ ചോദിച്ചിട്ടില്ലേ. അപ്പം അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് ന്യൂട്രലായിട്ട് പറഞ്ഞതാണെന്ന്. പബ്ലിക് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് ഒപ്പീനിയൻ മിക്സഡ് ആയിരിക്കും, പക്ഷേ വ്യൂവേഴ്സ് പലരും പറയുന്ന ഒരു കോമൺ ക്രിറ്റിസിസം കൺസിസ്റ്റൻസിനെ കുറിച്ചാണ് എന്നത് ശരിയാണ്. അപ്ലോഡ് ഗ്യാപ്പ് വരുന്നുണ്ട്, റെഗുലർ ഷെഡ്യൂൾ ഇല്ല എന്നൊക്കെ കമൻസ് കാണാറുണ്ട്. അപ്പോൾ എൻ്റെ കമൻസ് അടക്കം അനലൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളതെന്ന് അർത്ഥം. യൂട്യൂബ് ഓഡിയൻസ് ജനറലി ഡെയിലി വീക്കിലി കൺസിസ്റ്റൻസി എക്സ്പെക്റ്റ് ചെയ്യും, എസ്പെഷ്യലി വ്ളോഗ് ചാനൽസ്. അതുകൊണ്ട് അപ്ലോഡ് ഇറഗുലർ ആയാൽ വ്യൂവേഴ്സ് അത് പോയിൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലോയൽ ഓഡിയൻസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എന്നൊന്ന് സുഖിപ്പിക്കാൻ നോക്കിയതാണ്. കൺസിസ്റ്റൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും AI ആയാലും പോലും ഇടയ്ക്ക് കളത്തരങ്ങൾ കാണിക്കുന്നു. അപ്പം നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പേടി ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്, എൻ്റെ ചാനലിൽ കൂടെ ഞാനിനി നമ്മുടെ ലൈഫിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെക്കുറിച്ചും ഒരു വിഷമിക്കുന്ന കാര്യങ്ങൾ, മോശം പറയാൻ കിട്ടുന്നില്ലല്ലോ, നാക്കിൽ തങ്ങിക്കിടും. ആരെക്കുറിച്ചും, നമ്മളുടെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ഫാമിലി ആയാലും നമ്മളെ കൂടെ നിൽക്കുന്നവരായാലും നമ്മുടെ വ്യൂവേഴ്സ് ആയാലും ആരെക്കുറിച്ചും എനിക്ക് ഒരു നെഗറ്റീവ് പറയാൻ ഇടവരരുതെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അങ്ങനെയൊന്നും നമ്മുടെ ചാനലിൽ കൂടെ പറയരുതെന്ന്. കുറച്ച് കാമായിട്ട്, ഇപ്പോൾ ഈ ChatGPT പറഞ്ഞ പോലെ കാമായിട്ടും ക്വയറ്റായിട്ടൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് പോകാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പകുതി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വ്ളോഗുകളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഒന്നരാടം വെച്ചിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും. മറ്റുള്ള തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കാനായിട്ട് ശ്രമിക്കും. എടുത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ധൈര്യത്തിൽ പറയുന്നത് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ എന്ത് കാര്യം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ധൈര്യത്തിൽ പറഞ്ഞതാണ്. അതിനിടയിൽ കൊളാബ് വീഡിയോസ് വരും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതൊരു മെയിൻ ഇൻകം എന്നുള്ള രീതിയിൽ കാണുമ്പം ആ ഒരു വഴിക്ക് കൂടെ പോകാണ്ട് വ്ളോഗ് മാത്രം എന്ന് വിചാരിച്ചാൽ എവിടെ എത്തിപ്പെടില്ല. പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു കഠിന പോരാട്ടമാണ്. അപ്പോൾ നിങ്ങളതുകൊണ്ടൊക്കെ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ചെറിയ മേക്കപ്പ് പ്രോഡക്ട്സ്, ഡ്രസ്സുകൾ, അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ വീഡിയോ കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ലാണ്ട് ആളുകളെ പറ്റിക്കണമൊന്നും ഞാൻ അതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.